ജയറാമിൻ്റെയും പാർവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ സംഭവിച്ചത്. രണ്ടു മക്കളും വിവാഹിതരായി പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും. കഴിഞ്ഞ മെയ്യിലായിരുന്നു മകൾ മാളവികയുടെ വിവാഹം. ഏറെ വൈകാരികമായിരുന്നു കാളിദാസിൻ്റെ വിവാഹ നിമിഷം. താലി കെട്ടിയതിന് പിന്നാലെ തരുണിയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തരുണി പറഞ്ഞെങ്കിലും കരച്ചിലടക്കി വെക്കാനായില്ല. കാളിദാസ് തരുണിയുടെ കണ്ണീര് തുടയ്ക്കുന്നതും വീഡിയോയിൽ കാണാം. ഏറെ വൈകാരികമായാണ് ജയറാമും പ്രതികരിച്ചത്. വിവാഹത്തിന് ശേഷം ഹോട്ടലിലെത്തിയതിന് പിന്നാലെ ജയറാം മകൾ മാളവികയെയും മരുമകൻ നവനീതിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷമാണെന്നും ഒരു മകനെയും മകളെയും കൂടി കിട്ടിയെന്നും ജയറാം പ്രതികരിച്ചു. ജീവിതത്തിലെ പുതിയ യാത്രയ്ക്ക് തുടക്കമായി എന്നായിരുന്നു കാളിദാസിൻ്റെ പ്രതികരണം. ലിറ്റിലെന്ന് വിളിക്കുന്ന തരുണിക്കൊപ്പമാണ് ഇനി ജീവിതം. എല്ലാവരും നേരിട്ട് വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി, കാളിദാസ് തരുണിയെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ 1 വർഷമായി ഒരുപാട് പരിപാടികളായിരുന്നുവെന്നും ഇരട്ടി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണിതെല്ലാമെന്നും ഇപ്പോൾ ഡബിൾ അമ്മായിയമ്മയായെന്നും ചിരിയോടെ പാർവതിയും പ്രതികരിച്ചു. ഇനി ഒരുമിച്ച് പോകുന്ന വിദേശയാത്രയെക്കുറിച്ചാണ് മാളവിക മനസ്സ് തുറന്നത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങളെല്ലാം യാത്ര പോകുന്നുണ്ടെന്നും അതിൻ്റെ ആവേശത്തിലാണ് താനെന്നും മാളവിക പറഞ്ഞു. രാവിലെ 7:15-നും 8-നും ഇടയിലെ മുഹൂർത്തത്തിൽ ഗുരുവായൂരിലായിരുന്നു താലികെട്ട്. ബുധനാഴ്ച കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കളുമായി ചെന്നൈയിൽ വിവാഹ വിരുന്ന് സംഘടിപ്പിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ജയറാം ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ആഘോഷവും നടത്തിയിരുന്നു. 2023 നവംബറിൽ ചെന്നൈയിലായിരുന്നു കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം. ചെന്നൈയിൽ നടന്ന പ്രീ വെഡ്ഡിംഗ് പാർട്ടിക്കിടയിൽ താൻ ഭയങ്കര നെർവസ് ആയിരുന്നുവെന്നും എന്നാൽ രാവിലെ ഗുരുവായൂർ കണ്ണൻ്റെ നടയിലെത്തിയതോടെ താൻ ശാന്തനായെന്നും കാളിദാസും പ്രതികരിച്ചു. ചെന്നൈ നീലഗിരി സ്വദേശിനിയാണ് തരുണി. ചെന്നൈയിലെ പ്രസിദ്ധമായ കലിംഗരായർ ജമീന്ദാർ കുടുംബത്തിലെ അംഗവുമാണ് താരിണി. കേട്ടറിവ് മാത്രമുള്ള ഈ കുടുംബത്തിൽ നിന്ന് താരിണിയെ തങ്ങൾക്ക് മരുമകളായി കിട്ടുന്നത് തങ്ങളുടെ മുജ്ജന്മ സുഹൃതമാണെന്നാണ് ജയറാം പറഞ്ഞത്. താരുണിയിൽ നിന്നും 1 രൂപ പോലും സ്ത്രീധനമായി ജയറാമും കുടുംബവും ആവശ്യപ്പെട്ടിട്ടില്ല. ഉടുത്ത വസ്ത്രത്തോടുകൂടി മാത്രം താരിണി എത്തിയാൽ മതിയെന്നായിരുന്നു ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും നിബന്ധന.